എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 147 147. ഓക്കെ, ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങളുടെ വർഗീകരണം, അല്ലെങ്കിൽ ഓരോ വർഗത്തിലേക്ക് സസ്യങ്ങളെ തരംതിരിച്ചു വയ്ക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്താണ് ജന്തുക്കളുടെ വിവിധ വിഭാഗങ്ങളായി വർഗീകരിച്ചത്. അത് നമ്മൾ ഇതിനു മുമ്പ് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ് എന്നുള്ള ഭാഗം നമ്മൾ മനസ്സിലാക്കി, കഴിഞ്ഞ വീഡിയോകളിൽ അതാണ് കണ്ടത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ജന്തുക്കളെ വിവിധ വിഭാഗങ്ങളായിട്ട് വർഗീകരിച്ചത് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. യു ഹാവ് അണ്ടർസ്റ്റുഡ്, നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ക്ലാസിഫിക്കേഷൻ, വർഗീകരണം ഓഫ് അനിമൽസ്, ജന്തുക്കളെ ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകളായിട്ട്. ഓക്കെ, കിങ്ഡം പ്ലാന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഡിവിഷൻസ്. അതിനുശേഷം പറയുന്നത് എന്താണ്, കിങ്ഡം പ്ലാന്റയെ വിവിധ ഗ്രൂപ്പുകളായിട്ട് അല്ലെങ്കിൽ ഡിവിഷനുകളായിട്ട് വർഗീകരിച്ചിരിക്കുന്നു, വിവിധ കൂട്ടങ്ങളായിട്ട്. കിങ്ഡം പ്ലാന്റയെ എന്താണ് ഡിഫറെൻറ്റ് ഡിവിഷനായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിട്ട് വർഗീകരിച്ചിരിക്കുന്നു. ഓൺ ദ ബേസിസ് ഓഫ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. അവയെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓൺ ദ ബേസിസ് ഓഫ്, അടിസ്ഥാനത്തിൽ. സിമിലാരിറ്റീസ്, എന്താണ് സിമിലാരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാമ്യതകളുടെ അടിസ്ഥാനത്തിലും. അതായത് സിമിലാരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സാമ്യതകളുടെ അടിസ്ഥാനത്തിലും. ഡിഫറൻസസ്, വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലും. എവിടെ ഉണ്ടാകുന്ന? ഇൻ ദ ബോഡി, ശരീരത്തിലുണ്ടാകുന്ന. ഏതെല്ലാമാണ്? സ്ട്രക്ചർ, വാസ്കുലർ സിസ്റ്റം ആൻഡ് സീഡ് ഫോർമേഷൻ. ഏതെല്ലാം വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? സ്ട്രക്ചർ അല്ലെങ്കിൽ ശരീരഘടന, വാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ സംവഹന വ്യവസ്ഥ, അതുപോലെ തന്നെ സീഡ് ഫോർമേഷൻ അല്ലെങ്കിൽ വിത്തുകളുടെ രൂപീകരണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഈ പ്ലാന്റ് കിങ്ഡത്തെ വിവിധ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഈ വിഭജനം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇലിസ്ട്രേഷൻ 6.4. ഓക്കെ, ഇനി എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടിരിക്കുന്നു സാമ്യതകളുടെ അടിസ്ഥാനത്തിൽ അവയെ വിവിധ കിങ്ഡം പ്ലാന്റുകളായിട്ട് രൂപീകരിച്ചിരിക്കുന്നു. ശരീരഘടന എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് ഈ സംവഹന വ്യവസ്ഥ. ഈ സംവഹന വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? നമുക്കെല്ലാവർക്കും അറിയാം, വാസ്കുലർ സിസ്റ്റം. അപ്പോൾ എന്താണ് ഈ വാസ്കുലർ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. വാസ്കുലർ സിസ്റ്റം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വെസൽസ് ദാറ്റ് ക്യാരി ബ്ലഡ് ആൻഡ് ലിംഫ് ഫ്ലൂയിഡ് ത്രൂ ദ ബോഡി. അതായത് വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിനകത്തുള്ള ഒരു സിസ്റ്റമാണ്. അതിലൂടെയാണ് നമ്മളുടെ ശരീരത്തിനകത്തേക്കുള്ള ബ്ലഡും ലിംഫും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഇതിനെ സർക്കുലേറ്ററി സിസ്റ്റം എന്നും പറയും. ഇത് ജന്തുക്കളിലുള്ള വാസ്കുലർ സിസ്റ്റമാണ്. ഇൻ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഈ വൃക്ഷങ്ങളിൽ ഇറ്റ് ഈസ് സർക്കുലേറ്ററി സിസ്റ്റം. ഇതും ഒരു സർക്കുലേറ്ററി സിസ്റ്റമാണ്. ഇൻ വിച്ച്, അതിലൂടെ എന്താണ് ചെയ്യുന്നത്? ഇതിലൂടെ എന്താണ്? ക്യാരീസ്, അത് കൊണ്ടുപോകുന്നു. ഏതെല്ലാമാണ്? വാട്ടറും മിനറൽസും അതുപോലെ ബാക്കിയുള്ള ന്യൂട്രിയൻസും എവിടേക്കെല്ലാം? ഈ സസ്യത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക്. അപ്പം ഈ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് ഇവയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതിന് എന്തിനാണ്? സസ്യങ്ങളിൽ വന്നിരിക്കുന്ന എന്താണ്? ജലവും ലവണങ്ങളും അതുപോലെയുള്ള പദാർത്ഥങ്ങളും സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി നമ്മൾ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഡിവിഷൻ ഓഫ് കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്ന ആ ഭാഗത്തേക്കാണ് പോകുന്നത്. 147 പേജ്. ഡിവിഷൻ ഓഫ് കിങ്ഡം പ്ലാന്റ് അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റയുടെ ഡിവിഷനുകൾ അല്ലെങ്കിൽ കിങ്ഡം പ്ലാന്റയെ എങ്ങനെയാണ് വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത് എന്നാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ആൽഗെ എന്ന് പറയുന്ന ഒരു പ്ലാന്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു വൃക്ഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ സസ്യങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ഒരു ഇതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഏതിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ആൽഗെ. അപ്പോൾ ഇനി ആൽഗയുടെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, മോസ്റ്റ് ഓഫ് ദം ആർ അക്വാട്ടിക്. ഈ ആൽഗയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മോസ്റ്റ് ഓഫ് ദം ആർ അക്വാട്ടിക്. അതായത് മിക്കവാറും എല്ലാ ആൽഗകളും അക്വാട്ടിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജലത്തിൽ ആവാസ വ്യവസ്ഥ ഉള്ളവയാണ്. ഈ ആൽഗകൾ മിക്കവാറും. അപ്പം മിക്കവാറും എന്താണ്? ആൽഗകളെല്ലാം ജലത്തിൽ ആവാസ വ്യവസ്ഥ ഉള്ളവയാണ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അവിടെ പ്രത്യേകത എന്താണ്? ദ ബോഡി ഈസ് കോൾഡ് Thallus is not differentiated into root, stem and leaves as in higher plants.
ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണപ്പെടുന്നത് എന്താണ്? താലസ് എന്ന് വിശേഷിപ്പിക്കുന്ന ശരീരത്തിൻ്റെ ഉയർന്ന സാലസ് എന്ന് വിശേഷിപ്പിക്കുന്നവയാണ് എന്താണ്? ഇവയുടെ ശരീരത്തിനെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? താലസ് എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവയുടെ സസ്യങ്ങൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റുള്ള വലിയ സസ്യങ്ങളിലേതുപോലെ വേരോ ഇലയോ അതുപോലെ തണ്ടോ കാണ്ടമോ ഇവയ്ക്ക് കാണപ്പെടുന്നില്ല. അപ്പോൾ അൽഗയുടെ ഉള്ള ഒരു വേറൊരു പ്രത്യേകത എന്താണ്? ഈ അൽഗയ്ക്ക് തണ്ടില്ല, വേരില്ല, ഇലകളില്ല, അങ്ങനെ ഒരു സാധനവും മറ്റുള്ള വലിയ സസ്യങ്ങളിലുള്ളതുപോലെ ഇല്ല. അവയുടെ ശരീരത്തിനെ എന്ത് വിളിക്കുന്നു? താലസ് എന്ന് വിളിക്കുന്നു. ഇവ കൂടുതലായിട്ടും വസിക്കുന്നത് എവിടെയാണ്? ജലത്തിലാണ് വസിക്കുന്നത്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിളിക്കുന്നു. ഇനി ബോത്ത് സെക്സ്വൽ ആൻഡ് അസെക്സ്വൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആർ സീൻ. ഇനി ഇവയെ കാണപ്പെടുന്ന മറ്റൊരു പ്രത്യേകത എന്താണ്? ലൈംഗികവും അലൈംഗികവുമായ പ്രത്യുൽപാദന രീതികളിൽ ഇവയെ കാണപ്പെടുന്നു. അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇവ പ്രത്യുൽപാദനം നടത്തുന്നത് ലൈംഗികമായിട്ടും അലൈംഗികമായിട്ടും ഇവയുടെ പ്രത്യുൽപാദന പ്രവർത്തനം നമ്മളുടെ ഇടയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി എന്താണ്? വസ്കുലർ ടിഷ്യൂസ് ആർ ആബ്സെൻറ്റ്. അതായത് ആൽഗയിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവയിൽ വസ്കുലർ ടിഷ്യൂസ് ഇല്ല എന്നുള്ള കാര്യവും നാം ഓർക്കണം. വസ്കുലർ ടിഷ്യൂസ് എന്താണെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജലവും ലവണങ്ങളും ധാതുക്കളും ഒക്കെ കൊണ്ടുപോകുന്ന ആ സിസ്റ്റമാണ്. അത് ജന്തുക്കളിലുമുണ്ട്, സസ്യങ്ങളിലുമുണ്ട്. പക്ഷേ ആൽഗയിൽ അത് ഇല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി അവയുടെ ഉദാഹരണമായിട്ട് ഏതെല്ലാമാണ്? ആൽഗയ്ക്കുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഈ ആൽഗയുടെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് സ്പൈറോഗൈറ എന്ന് പറയുന്നതും അതുപോലെ തന്നെ സർഗാസം എന്ന് പറയുന്നതുമായിട്ടുള്ള ആൽഗയെ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ ആൽഗ ഏതാണെന്ന് ചോദിച്ചാൽ ബ്രയോഫൈറ്റ എന്ന് പറയുന്ന ആൽഗയെക്കുറിച്ചാണ്. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ബ്രയോഫൈറ്റ. ഓക്കെ, ബ്രയോഫൈറ്റയുടെ പ്രത്യേകതകളിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, മോസ്റ്റ്ലി ഫൗണ്ട് ഓൺ മോയ്സ്റ്റ് സർഫേസ്. എന്താണ് ഇവയുടെ പ്രത്യേകത? ഇവ ഈർപ്പമുള്ള പ്രതലങ്ങളിലാണ് സാധാരണയായി ജീവിക്കുന്നത്. മോസ്റ്റ്ലി ഫൗണ്ട് കൂടുതലായിട്ടും കാണപ്പെടുന്നത് എവിടെയാണ്? മോയ്സ്റ്റ് സർഫേസ്, അതായത് ഈർപ്പമുള്ള പ്രതലങ്ങളിലാണ് ഇവയെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? ദെയർ ആർ പാർട്സ് ലൈക്ക് റൂട്ട്സ്, സ്റ്റേം ആൻഡ് ലീഫ്. ഈ ബ്രയോഫൈറ്റയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആൽഗയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവയ്ക്ക് എന്തെല്ലാമുണ്ട്? അവയുടെ ശരീരത്തിൽ ദെയർ ആർ പാർട്സ്, അവയുടെ ശരീരത്തിന് ഭാഗങ്ങളുണ്ട്. ഏതെല്ലാമായിട്ട്? റൂട്ട്സ് അല്ലെങ്കിൽ വേരുകളുണ്ട്, സ്റ്റേം അല്ലെങ്കിൽ കാണ്ഡങ്ങൾ അല്ലെങ്കിൽ തണ്ടുകളുണ്ട്, ലീഫ് അല്ലെങ്കിൽ ഇലകളുണ്ട്. ഓക്കെ, ഇനി അവയുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. റീപ്രൊഡക്ഷൻ ഈസ് ഡൺ ത്രൂ ഗെയ്മേറ്റ് ആൻഡ് സ്പോർ. അതായത് ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? പ്രത്യുൽപാദനം നടക്കുന്നത് എന്തിലൂടെയെല്ലാമാണ്? ഗെയിം മീറ്റുകളിലൂടെയും സ്പോറുകളിലൂടെയുമാണ്. ഓക്കെ, അപ്പം ഇവയുടെ ഈ ബ്രയോഫൈറ്റയുടെ ഒരു പ്രത്യേകത എന്താണ്? ബ്രയോഫൈറ്റയുടെ പ്രത്യേകതയായിട്ട് അവയുടെ പ്രത്യുൽപാദനത്തിന് എങ്ങനെയാണ് നടക്കുന്നത്? അവയുടെ പ്രത്യുൽപാദനം ഗെയിം മീറ്റുകളിലൂടെയും സ്പോറുകളിലൂടെയുമാണ് നടക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഗെയിം മീറ്റിലെയും അതുപോലെ തന്നെ സ്പോറിലൂടെയുമാണ് ബ്രയോഫൈറ്റയുടെ പ്രത്യുൽപാദനം നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് ബ്രയോഫൈറ്റയെക്കുറിച്ച് എന്താണത്? ഈ ബ്രയോഫൈറ്റയുടെ അടുത്ത കാര്യം എന്താണ്? വസ്കുലർ ടിഷ്യൂസ് ആർ ആബ്സെൻറ്റ്. എന്താണ് അവയിലേക്ക്? വസ്കുലർ ടിഷ്യൂസ്. ബ്രയോഫൈറ്റയ്ക്ക് എന്താണ് ഇല്ലാത്തത്? വസ്കുലർ ടിഷ്യൂസ് അവയുടെ ശരീരത്തിൽ കാണപ്പെടുന്നില്ല. വസ്കുലർ ടിഷ്യൂസ് എന്താണെന്ന് അലഗയെ പഠിപ്പിച്ചപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞത് കൂടിയാണ്. അതുകൊണ്ട് ഇനി ഞാൻ ആ ഭാഗം പറയുന്നില്ല. അപ്പോൾ അൽഗയുടെ ബ്രയോഫൈറ്റയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ടെറിഡോഫൈറ്റ. ഇനി നമ്മൾ പഠിക്കുന്നത് ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന ജീവജാലങ്ങളാണ്. ഈ ടെറിഡോഫൈറ്റയുടെ പ്രത്യേകത എന്താണ്? മെയിൻലി ടെറിസ്റ്റോറിയൽ പ്ലാന്റ്സ്. ഇവ ടെറിഡോഫൈറ്റയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവ ടെറിറ്റോറിയൽ പ്ലാന്റ്സുകളാണ്. അല്ലെങ്കിൽ എന്താണ്? ഈ ജീവജാലങ്ങൾ എവിടെയാണ്? കരയിൽ വസിക്കുന്ന സസ്യങ്ങളാണ്. ഏത്? ടെറിഡോഫൈറ്റ എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താണ്? ദേ ഹാവ് റൂട്ട്സ്, ദേ ഹാവ് ലീവ്സ്, ദെൻ ദേ ഹാവ് സ്റ്റേംസ് തുടങ്ങിയവയെല്ലാം ഉണ്ട്. അതായത് വേര്, കാണ്ഡം, ഇല എന്നിവ ഇവയിൽ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട എന്തെല്ലാമാണ്? റൂട്ടും സ്റ്റേമും ലീഫും അവയ്ക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയല്ലോ. ഓക്കെ,
അടുത്തതായിട്ട് റീപ്രൊഡക്ഷൻ ഈസ് മെയിൻലി ത്രൂ സ്പോർസ്, അതായത് അവയുടെ പ്രത്യുൽപാദനം നടക്കുന്നത് എന്തിലൂടെയാണ്? സ്പോറുകളിലൂടെയാണ് അവയുടെ പ്രത്യുൽപാദനം നടക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകാതിരിക്കുക. അടുത്തതായിട്ട് എന്താണ്? വാസ്കുലർ ടിഷ്യൂസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചർ ആർ സീൻ. അവയിൽ എന്താണ് കാണപ്പെടുന്നത്? ഈ ടെറിഫോറ്റയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വാസ്കുലർ ടിഷ്യൂസ്, അതായത് വാസ്കുലർ ടിഷ്യൂ എന്താണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണത്? സംവഹന എന്താണ് അതിന് പേര് പറയുന്നത്? സംവഹന കലകൾ. ഓക്കെ, അപ്പോൾ ഈ സംവഹന കലകൾ എവിടെയുണ്ട്? ഈ പറയുന്നത് പോലെയുള്ള ഏത് ജീവിയിലുണ്ട്? ഏതിലാണുള്ളത്? പെട്രിയോ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഏതിലാണുള്ളത്? ടെറിഡോഫൈറ്റ എന്ന് പറയുന്നവയിൽ സാധാരണയായിട്ട് എന്താണ് കാണപ്പെടുന്നത്? അവയിൽ കാണപ്പെടുന്നത് സംവഹന കലകൾ, അല്ലെങ്കിൽ ഏതാണുള്ളത്? അവയ്ക്ക് പറയുന്ന സംവഹന കലയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് വാസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നവ. അവയിൽ ധാരാളമായിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.